പത്രവാർത്തകളിൽ പ്രധാനമായും നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ ഇന്നലെ രാജ്ഭവനിൽ പോയി വിദ്യാഭ്യാസ മന്ത്രി ഞെട്ടിച്ചത് ഭാരതാംബ വിവാദം. CPM അത് ഈ രീതിയിൽ കാര്യമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടിയാണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പാർട്ടി സെക്രട്ടറി നടത്തി വെട്ടിലായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഇന്നലെ മന്ത്രി നടത്തിയത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും മനോരമയിലേക്ക് എത്തിയാൽ മനോരമയിലെ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം തന്നെയാണ്. പ്രധാന ലീഡ് വാർത്ത കടുപ്പിച്ച് എന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമായി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. US ഇടപെടലിൽ തീരുമാനം 2 ആഴ്ചയ്ക്കകം ഉണ്ടാവും എന്നുള്ളതാണ്. US ഇടപെടുകയാണെങ്കിൽ ഇറാന്റെ കാര്യം കഷ്ടത്തിലാവും. കാരണം പശ്ചിമേഷ്യയിൽ US-ന്റെ ഒരു വലിയ സൈനിക വലയമുണ്ട്. നമ്മൾ ഇന്നലെ ഇത് വിശദീകരിച്ചിരുന്നു. ഇറാൻ ആണവ നിലയത്തിലും ഇസ്രായേൽ ആശുപത്രിയിലും ഇന്നലെ ആക്രമണമുണ്ടായി. ഇസ്രായേലിലുള്ള സറോക്ക മെഡിക്കൽ സെന്ററാണ് ഇറാന്റെ ആക്രമണത്തിൽ തകർന്നത്. ആ സറോക്ക മെഡിക്കൽ സെന്ററിന്റെ ദൃശ്യം മനോരമ ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നത് റോയിട്ടേഴ്സിൽ നിന്നുള്ള ചിത്രമാണ്. മറ്റൊരു പ്രധാന വാർത്ത മനോരമയിലുള്ളത് വീണ്ടും കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്ന തലക്കെട്ടിൽ രാജ്ഭവനിൽ മന്ത്രിയുടെ വോക്കൌട്ട് എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് പ്രസംഗത്തിൽ പ്രതിഷേധം വ്യക്തമാക്കിയ ശേഷമാണ്. മന്ത്രി പറഞ്ഞ പ്രസംഗത്തിനൊരു ഭാഗം അതിൽ കൊടുക്കുന്നുണ്ട്. രാജ്ഭവൻ ഏതെങ്കിലും പാർട്ടിയുടെയോ സംഘടനയുടെയോ ആസ്ഥാനമാക്കാനാവില്ലെന്ന് മന്ത്രി തുറന്നടിച്ചു. ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ചിത്രം വെച്ചിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നു. ഇത് ആരുടെ ചിത്രമാണെന്നും എന്തിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും എനിക്കറിയില്ല. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിന് നട്ടെല്ല്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനു മുകളിലില്ല. ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം, പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കൗട്ട് നടത്തുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയി. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഒരു അന്തസ്സുള്ള ഇറങ്ങിപ്പോക്കൽ എന്ന നിലയിലാണ് അതിനെ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. കാര്യം മുൻപിലിരിക്കുന്നത് വിദ്യാർത്ഥികളാണല്ലോ. ശ്രുതി, എന്താണ് ദേശാഭിമാനിയിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്? രാജ്ഭവനിൽ വീണ്ടും RSS ചിത്രം, ചടങ്ങ് ബഹിഷ്കരിച്ചു മന്ത്രി, ധിക്കാരത്തിന് താക്കീത് എന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത്. പ്രധാന വാർത്ത ഏതാണോ കൈകാര്യം? പ്രധാന വാർത്ത പിന്നെ ഇസ്രായേലാണ്. പ്രധാന വാർത്ത ഇസ്രായേൽ ആക്രമണത്തിന് പിന്തുണ, വഷളാക്കാൻ US. അതാണ് അമേരിക്ക വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതാണ് അവരങ്ങനെ കഴിയത്, വഷളാക്കാൻ എന്നുള്ള രീതിയിൽ കാര്യം. നമുക്ക് മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ ചോരക്കളി തീരുന്നില്ല എന്നാണ് മാതൃഭൂമി ക്യാരി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഭാരതാംബ വിഷയവും പ്രധാനപ്പെട്ട ലീഡാണ്. വിടാതെ ഭാരതാംബ, ഇതാണ് മാതൃഭൂമിയുടെ ഒരു ടൈറ്റിൽ. മാത്രമല്ല നമ്മൾ വളരെ വിഷമിച്ചൊരു വാർത്തയുണ്ട്. ഈ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ഒരു യുവതി ആത്മഹത്യ ചെയ്തല്ലോ. അപ്പോൾ അത് ഇന്നലെ നമ്മളെല്ലാവരും കേരളത്തിൽ വീണ്ടും ഒരു ആൾക്കൂട്ട വിചാരണ നടക്കുന്ന ഒരു യുവാവിനോട് സംസാരിച്ചത് മൂലം ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്നെന്ന് പറയുന്നത് ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. അതേ പേജിൽ തന്നെ SDP പ്രവർത്തകരാണ് അതിന് പിന്നിലുള്ളത്. 3 പേര് SDP പ്രവർത്തകരാണ്. നിലമ്പൂരിലേക്ക് എത്തിയാൽ മനോരമയിൽ 74.35% പോളിംഗ് എന്നാണ്. എല്ലാ പത്രങ്ങളിലും അതാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ പുറത്തുവിട്ട ഡാറ്റ അനുസരിച്ച് 74.35%. കൂടി കൂടാൻ ചാൻസ്. കഴിഞ്ഞ തവണത്തെ 76%, 76.6% എത്തിയിട്ടില്ല. പക്ഷേ തൊട്ടു പിന്നിലുണ്ട് എന്നുള്ളതാണ്. മെച്ചപ്പെട്ട പോളിംഗ് എന്ന് പറയേണ്ടി വരും. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇത്രയും പോളിംഗ് നല്ലതാണ്. അതെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗിൽ ചിരി വോട്ട് എന്ന തലക്കെട്ടിൽ ഒരു ചിത്രം കൂടി മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിലമ്പൂരിലെ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വോട്ട് ചെയ്ത സന്തോഷത്തിൽ ആമിന എന്ന് പറയുന്നൊരു വോട്ടർ വിരൽ ഉയർത്തി നിൽക്കുന്നത്. മാധ്യമത്തിൽ 74.35%. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നെടുങ്കയം പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തിറങ്ങിയ ചോലനായ്ക്കർ വിഭാഗത്തിലെ വോട്ടർമാരുടെ ചിത്രം കൂടി മാധ്യമം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാനും മന്ത്രിയുടെ നിലപാടുമാണ് പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമവും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ വാർത്തയും കൈകാര്യം ചെയ്യുന്നുണ്ട്. നിലമ്പൂരുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി കൊടുത്തിരിക്കുന്ന ചിത്രം അൻവറും ഷൗക്കത്തും കൈയെടുക്കുമ്പോൾ കെട്ടിപ്പിടിക്കൽ വേണ്ട എന്ന് പറയുന്നതാണ്. ദേശാഭിമാനിയില് കോൺഗ്രസിനെ വെട്ടിലാക്കി തരൂർ നിലമ്പൂരിൽ അടുപ്പിച്ചില്ല എന്നുള്ള വാർത്ത. ഇന്നലെ വാർത്തകളുടെ പ്രവാഹമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇറാൻ ഇസ്രായേൽ, നിലമ്പൂര് മന്ത്രിയുടെ ഭാരതാംബ, അതേപോലെയാണ് ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് ദേശീയ പത്രങ്ങൾ മറ്റു വാർത്തകൾ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് കൂടി നോക്കാം. ദേശീയപത്രം ദ ഹിന്ദു കൈകാര്യം ചെയ്യുന്നത് ഖമനേയി ക്യാൻ നോ ലോങ്ങർ ബി അലൗഡ് ടു എക്സിസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നേരിട്ട് ഖമനേയിയുടെ അന്ത്യം കുറിക്കും എന്നുള്ള ഒരു ഭീഷണി ഇസ്രായേൽ മുഴക്കിയിരിക്കുന്നതാണ് പ്രധാന വാർത്തയായി നൽകുന്നത്. ഒപ്പം തന്നെ സൊറോക്ക ഹോസ്പിറ്റലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യം കൂടി ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഒഫീഷ്യൽസ് ബ്ലെയിംഡ് ഫോർ സ്ലിപ്പ് ഷോട്ട് ഹാൻഡ്ലിംഗ് ഓഫ് ജഡ്ജ് ക്യാഷ് കേസ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ പണം കണ്ടെത്തിയ വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച സംഭവിച്ചു എന്ന
എന്നാണ് ഇപ്പോൾ പത്രവും റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂർ ഇലക്ഷനാണ്. നിലമ്പൂർ 73.26 എന്നാണ് പറയുന്നത്. ചെറിയൊരു വ്യത്യാസം അവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തരൂരിന്റെ വാർത്ത ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ ക്യാരി ചെയ്യുന്നുണ്ട്. ഹാവ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ വിത്ത് സം ഇൻ കോൺഗ്രസ് ലീഡർഷിപ്പ്. കോൺഗ്രസിലെ നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു എന്ന് ശശി തരൂർ പറഞ്ഞതാണ് ദ ഹിന്ദു പത്രം പ്രധാന വാർത്തയായി ആദ്യ പേജിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഇന്നലെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഇന്നലെ KPCC അധ്യക്ഷനെടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പ്രതികരിച്ചത്. അവരെല്ലാവരും അതെ വളരെ KPCC പ്രസിഡന്റ് പറഞ്ഞത് ആരെയും ക്ഷണിക്കേണ്ടതില്ല എന്നാണ്. മാത്രവുമല്ല താരപ്രചാരകരുടെ ലിസ്റ്റ് പുറത്തു വിട്ടു. ആ ലിസ്റ്റ് പുറത്തു വിട്ടപ്പോൾ അതിൽ തരൂരുണ്ട്. അപ്പോൾ തരൂർ പറഞ്ഞത് എന്നെ ആരും മിസ്ഡ് കോൾ വിളിച്ച് ക്ഷണിച്ചില്ല, എന്നെ ആരും മെസ്സേജ് പോലും അയച്ചില്ല എന്നാണ്. പക്ഷെ പട്ടികയിൽ തരൂരിന്റെ പേരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നേ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു ചിത്രം കൂടി ഒരു പക്ഷെ നമുക്ക് പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ മനോരമയുടെ 2ാം പേജിൽ ഹൈവേയില് ക്യാമറ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ക്യാമറ വെച്ചിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് നോക്കിയേ. നാട്ടുകാരുടെ വീട്ടിലോട്ടാണോ? ഒരെണ്ണം അപ്പുറത്തെ റെയിൽവേ ട്രാക്കിലേക്ക്, ഒരെണ്ണം മെട്രോയിലേക്ക്, ഒന്നും റോഡിലേക്കില്ല. ഇത് ക്യാമറയാണോ? സ്വയം തിരിഞ്ഞതായിരിക്കാൻ സാധ്യതയില്ല അല്ലേ? അതിനൊപ്പം തന്നെ ദേശാഭിമാനിയിൽ പറയേണ്ടി ഈ വായനാദിനായിരുന്നല്ലോ ഇന്നലെ. വായനയ്ക്ക് ഗ്രേസ് മാർക്ക്. നല്ല കാര്യം. ഈ കായിക മത്സരങ്ങളിലൊക്കെ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് പോലെ വായനയിൽ മികവ് പുലർത്തുന്നവർക്കും ഗ്രേസ് മാർക്ക് നൽകുമെന്ന് അതൊരു നല്ല തീരുമാനമാണ്. ഓ ഗംഭീരം. ഇപ്പം പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊരു കശ്മീർ യാത്രയെ കുറിച്ചുള്ള ഒരു പുസ്തകം ആണോ? യാത്രാ പുസ്തകങ്ങളാണോ താല്പര്യം? പക്ഷെ നല്ലൊരു മനോഹരമായ പുസ്തകം.